ഗായ്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കളിക്കാൻ പഠിക്കാൻ പോകുന്നത് യൂണോ എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ഗെയിമാണ്. ചിലവർക്ക് അറിയായിരിക്കും, ഒരു കാർഡ് ഗെയിമാണ്. അതും വേഗം പഠിച്ചെടുക്കാം. എന്താ വരുന്നത്? ഓക്കെ ആണോ? അല്ലെ വേഗം ഓക്കെ എന്ന് കമൻറ്റ് ബോക്സിലിടുക. അല്ലെ ഞാൻ എടുക്കത്തില്ല. ഞാൻ എന്തുവായിരുന്നു 10 വരെ ആയിരുന്നു. അതിനുള്ളിൽ എന്താ നോക്കിയെന്ന് കമൻറ്റ് ബോക്സിൽ അടിക്കണം. 1 2 3 4 5 6 7 8 9 10. എല്ലാവരും അടിച്ചോ? നീ അടിച്ചില്ല, അവൻ അടിച്ചില്ല, ഇവൻ അടിച്ചില്ല. എന്നാൽ ശരി, നമുക്ക് അടിക്കാത്തവരൊന്ന് സ്കിപ്പ് ചെയ്ത് വിട്ടേക്ക്. അപ്പം നമുക്ക് പോവാം പഠിക്കാൻ. അപ്പം ഗൈസ്, നമുക്കൊന്ന് കാണണം. അപ്പോൾ ഉണ്ടല്ലോ, ഞാൻ ശരിക്കും ഷഫിൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഷഫിൾ ചെയ്ത് കഴിഞ്ഞുണ്ടല്ലോ, ഇപ്പോൾ ഉണ്ടല്ലോ ഈ സൈഡ് ഇപ്പം നമ്മുടെ എന്തായിരുന്നു ഇതാണെന്ന് ഗൈസ്, ഇതിപ്പം ഇവിടെ ഒരു റബ്ബർ കുട്ടനാണ് കളിക്കുന്നത്. അപ്പം നമുക്കുണ്ടല്ലോ ഈ സൈഡൊക്കെ വേറൊരു ഓപ്പണറ്റിനെ വെക്കണം. ആ സൈഡിലെ ഓപ്പണറ്റെന്ന് വെച്ചാൽ നമ്മുടെ വലിയ റബ്ബർ കുട്ടനാണ് ഗൈസ്. വലിയ റബ്ബർ കുട്ടൻ ഇവിടെ നിങ്ങൾ കാണാമല്ലോ. ഇപ്പം നമ്മൾ ഷഫിൾ ചെയ്ത് കഴിഞ്ഞ് എന്തുവാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഇവിടെ യൂണോടെ എന്തായിരുന്നു 1 2 3 4 5 6 7 8 9 10 11 12 13 14 വരെ നമുക്ക് ഇത് കൗണ്ട് ചെയ്ത് 2 പേർക്കും കൂടെ കൗണ്ട് ചെയ്യുന്നത്. ഇവിടെ ഇട്ടിട്ട് 1 2 അങ്ങനെ കൗണ്ട് ചെയ്താൽ മതി. അതിന് ബാക്കി വരുന്ന കാർഡാണ് ഡിസ്കാർഡ് വെയിൽ അങ്ങനെ അങ്ങാണ്ട് പറഞ്ഞൊരു കാർഡാണ്. അതെങ്കിൽ നമ്മളൊന്ന് ഇതൊരു വട്ടം കൂടെ ഒന്ന് ഷഫിൾ ചെയ്യണം. നമ്മളൊന്ന് ഷഫിൾ ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടെ കൂടെ വെച്ചാൽ എല്ലാ സെറ്റ്. അത് കഴിഞ്ഞ് നമ്മൾ ഉണ്ടല്ലോ ഇത് നമ്മുടെ ഡിസ്കാർഡ് വെയിലിൻ്റെ കാർഡ് ഉണ്ട്. അതിനെടുത്ത് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് എടുത്ത് വെക്കണം. അത് കഴിഞ്ഞുണ്ടല്ലോ ഇത് നമ്മൾ ഈ ഡിസ്കാർഡ് ഇപ്പോൾ നമ്മൾ കളി സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഈ ഡിസ്കാർഡ് വെയിലിൻ്റെ ഈ കാർഡ് 6 എന്നുള്ള നമ്പറാണ്. അപ്പോൾ നമ്മൾ ആ നമ്പർ എടുത്ത് ഇങ്ങോട്ട് വെക്കണം, 6ൻ്റെ ബ്ലൂ. അപ്പോൾ നമ്മുടെ ഈ ടീമിൽ ആരും തടി കാർഡൊന്നും കാണിച്ചു കൊടുക്കല്ലേ. അപ്പോൾ ഈ ടീമിലെ ആൾക്ക് മുഴുവൻ ഗ്രീനാണ് കിട്ടിയത്. അപ്പോൾ ഈ ടീമിലെ ആൾക്ക് മുഴുവൻ ഗ്രീനാണ് കിട്ടിയത്. പക്ഷേ ഇവിടെ ബ്ലൂ അല്ലേ. ഇപ്പം നമുക്ക് എന്താണ് ബ്ലൂ ഇല്ലല്ലോ. ഇവിടെ മുഴുവൻ ബ്ലൂ ഇല്ലല്ലോ, ഗ്രീൻ അല്ലേ. അതുമല്ലാതെ ഇവിടെയും മുഴുവൻ ഗ്രീൻ അല്ലേ. അപ്പം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിൽ തുടങ്ങുകയും ചെയ്യാം. ഇപ്പോൾ ഉണ്ടല്ലോ നമുക്ക് വേണമെങ്കിൽ അക്കോ ഇറങ്ങി വരെ തുടങ്ങുകയും ചെയ്യാം. അല്ലാതെ വേണ്ട നീ ഇതിലിട്ട് നിനക്ക് ആ കാർഡുണ്ടല്ലോ അങ്ങനെ ഇങ്ങോട്ടൊന്നും പറ്റത്തില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെങ്കിലും തുടങ്ങാം. അപ്പം നമ്മുടെ ഈ കാർഡ് ഇങ്ങനെ വെച്ചിട്ട് ഈ പ്ലെയർ അപ്പോൾ ഉണ്ടല്ലോ ഈ പ്ലെയറിൻ്റെ കയ്യെ എന്തായിരുന്നു 6 നമ്പർ ഇല്ല. ഇപ്പം 6 നമ്പർ അല്ല, ബ്ലൂ കാർഡ് ഇല്ല. അപ്പോൾ ഉണ്ടല്ലോ നമുക്ക് എന്തായിരുന്നു 6ൻ്റെ ഗ്രീൻ കാർഡും ഇല്ല. അപ്പോൾ ഉണ്ടല്ലോ ഇവിടുന്ന് ഈ ഡിസ്കാർഡ് വെയിലിൻ്റെ കുറച്ച് കാർഡ് വെച്ചിട്ടില്ലേ, അവിടുന്ന് ഒരു കാർഡ് എടുക്കണം. ഇതേതാ 5 അല്ലേ. അപ്പോൾ ഈ 5 അപ്പോൾ എന്തായിരുന്നു 5 ഈ ബ്ലൂവിനോട് മാച്ച് ആവില്ലേ. ബ്ലൂ 5ഉം ബ്ലൂ 6ഉം അല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബ്ലൂ 5 എടുത്തിടാം. ഇപ്പോൾ എന്താണ്ട് നമ്മൾ ഡിസ്കാർഡ് വെയിലിൽ നിന്നാണ് നമ്മൾ ഫസ്റ്റ് കളി തുടങ്ങുന്നത്. അത് വേണ്ട ഇതിങ്ങനെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് കളയല്ലേ. ഇതെടുത്ത് മാറ്റിയിട്ട് വീണ്ടും ഇതെടുത്ത് ഇങ്ങനെ വെക്കല്ലേ. ആദ്യമേ കളിക്കുന്നു നോക്കാം. അതെങ്കിൽ ഇവിടെ മുഴുവൻ ഇവിടെ 5 അല്ലേ ഇട്ടേക്കുന്നത്. അപ്പം ഇവിടെ 5 നോക്കണം. ഇവിടെ 5 ഇല്ല. അപ്പം തന്നെ ഇവിടുന്ന് ഒരു കാർഡ് എടുത്തു. ഇപ്പം ഈ കാർഡ് 4 കിട്ടിയ ബ്ലൂ 4 അത് എടുത്ത് ഇങ്ങോട്ടിട്ടു. ഇതേണ്ട ഈ പ്ലെയർ അത് കരിഞ്ഞുണ്ടല്ലോ.
അത് കഴിഞ്ഞ് വേണ്ടി ഇതിങ്ങനെ തന്നെ വെക്കണം, ഇത് മാറ്റില്ല. അതിങ്ങനെ ഈ സ്ഥലത്തെ പ്ലെയർ എന്തായിരുന്നു കേട്ടോ. ഇപ്പൊ ഈ സ്ഥലത്തെ പ്ലെയർ ഇട്ട് 4 ബ്ലൂ. ഇപ്പൊ ഈ സ്ഥലത്തെ പ്ലെയറിന് വേണമെങ്കിൽ 4 ഗ്രീൻ ഇടാം. നമുക്ക് വേണേൽ കളറ് നോക്കി കളിക്കാൻ, നമ്പറും നോക്കി കളിക്കാൻ. ഇപ്പൊ 2 രീതിയിലേ ശരിക്കുള്ള കളി നോക്കുന്നത്. അപ്പോൾ ഉണ്ടല്ലോ ഇവിടെ 4 ലാസ്റ്റ് ഇട്ടുണ്ട്. ഗ്രീൻ 4 ആണെങ്കിലും മതി. ഗ്രീനല്ലേ ഇതിനകത്തുള്ള കുറേ കാർഡുണ്ട്. ഇതിൻ്റെ ഓരോ മീനിങ് ഞാൻ ആക്ഷൻ കാർഡ്സിൻ്റെ മീനിങ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നോക്കിക്കോണം. അല്ലെങ്കിൽ വേണ്ടി ഇവിടെ 4 ഇട്ടു. അപ്പോൾ ഈ ടീമിൻ്റെ ഇയാളുടെ കയ്യിൽ മുഴുവൻ ഗ്രീൻ അല്ലേ ഇരിക്കുന്നത്. ഇത് ഗ്രീനിൻ്റെ 4 അല്ലേ ഇവിടുത്തെ ടീം ഇട്ട്. അപ്പം തന്നെ ഈ ടീമിലെ ആൾക്ക് മുഴുവൻ ഗ്രീൻ അതുകൊണ്ട് ഏതെങ്കിലും ഗ്രീൻ ഇടാം. പക്ഷെ അതുകൊണ്ട് ഇതുപോലത്തെ ഒന്നും കാർഡ് ഇടാൻ പറ്റത്തില്ല. ഇപ്പോളെ ഇടാം, പക്ഷെ നിങ്ങൾക്ക് ഇതിൻ്റെ റൂളും മനസ്സിലാക്കിക്കൊണ്ട് എന്നാൽ ശരിയാക്കി ഇത് ഇപ്പോൾ ഇടാം. ഇതിനകത്ത് ഏത് വേണം നിങ്ങൾ വേഗം ഒന്ന് കമൻറ്റ് ചെയ്യും. കമൻറ്റ് ചെയ്യും. സൈസ് പ്ലസ് നീ ഒന്നും വേണ്ടല്ലേ. ഇതാണെങ്കിൽ ലൈക്ക്, ഇതാണ് ലൈക്ക് ചെയ്യും, ഇതാണ് സബ്സ്ക്രൈബ് ചെയ്യും, ഇതാണ് ഷെയർ ചെയ്യും. നിങ്ങൾ എന്തോ ചെയ്യും? സബ്സ്ക്രൈബ് നിങ്ങളുടെ ഇഷ്ടമേ. എന്നാൽ ശരി, നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. അപ്പം ഞാൻ എത്രണ്ണം വന്നെന്ന് നോക്കട്ടെ. ഇപ്പം നമുക്ക് കുറച്ചേ ആയിട്ടുള്ളൂ. സബ്സ്ക്രൈബ് ഇപ്പം 2 എണ്ണം കിട്ടി. സ്കിപ്പ് കാർഡ് ഇപ്പം നമുക്ക് സബ്സ്ക്രൈബ് ഇതിനായിരുന്നു, അല്ല സബ്സ്ക്രൈബ് ചെയ്തതിനായിരുന്നു. ഇതിന് 2 സബ്സ്ക്രൈബ് കിട്ടിയിട്ടുണ്ട്. ഇതിനൊക്കെ 2 ലൈക്കും കിട്ടി. ഇതിനൊക്കെ 2 ലൈക്കും കിട്ടിയിട്ടുണ്ട്. റിവേഴ്സ് കാർഡിന് നമുക്ക് ഇതിനോട് ഷെയർ അറിയാൻ പറ്റത്തില്ല. നിങ്ങൾ ഷെയർ ഒന്ന് നോക്കിയേക്ക്. എനിക്കിനി വീഡിയോ അപ്ലോഡ് ചെയ്ത് വേണം ഷെയർ ഒക്കെ പോയി നോക്കാൻ. സബ്സ്ക്രൈബ് ലൈക്ക് എനിക്ക് ഇപ്പം തന്നെ വിടുന്നു. നീ സബ്സ്ക്രൈബ് ചെയ്തില്ല, പക്ഷെ നീ സബ്സ്ക്രൈബ് ചെയ്തു. അത് സത്യം പോയില്ലോ. നീ സബ്സ്ക്രൈബ് ചെയ്തില്ല, നമുക്കൊന്ന് ഇടാം. ഇപ്പം അധികം വന്നേക്കുന്നത് എന്താണ് ഇതിനും അല്ലേ. ശരി, ഇതിനും ഒരു മാച്ച് വെക്കാം. അല്ല ഇതിനും ഒരു മാച്ച് വെക്കാം. ഇതിനും ആൾക്കാർ വേണ്ട സബ് ലൈക്ക്. ഇവിടെ മാറ്റാതെ ആദ്യം അപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഇതിനു വേണ്ടി സബ്സ്ക്രൈബ് 3 കിട്ടിയിട്ടുണ്ട്. ഇതിനു വേണ്ടി സബ്സ്ക്രൈബ് ലൈക്കും ഇല്ല. അതുകൊണ്ട് നമുക്കൊരു വിഷമം. അപ്പം നമ്മൾ ഇതിട്ടു. ഈ ടീമിലെ ഇങ്ങോട്ടിട്ട് വേണ്ട +2 +3 +4. ഇപ്പോൾ +2 ആണെങ്കിൽ ഡിസ്കാർഡ് പൈലെന്ന് പറയുന്ന ഈ ഡെക്കിൻ്റെ ഇവിടുന്ന് 2 അല്ലേ ഈ അപ്പം ഉണ്ടല്ലോ. ഈ ആളുടെ കയ്യിലും എന്താണ് 2ൻ്റെ ഇതുണ്ട്. 2ൻ്റെ ഇത് ഇപ്പൊ ഉണ്ടല്ലോ 2 എണ്ണം +2 കിട്ടി. അപ്പോൾ ഉണ്ടല്ലോ ഇനി ആടായാലും +2 ഇല്ല. നിങ്ങൾക്ക് ഇപ്പം ആടായാലും +2 ഇല്ല. അപ്പം തന്നെ ഈ ടീമിൽ ആളെടുക്കണം. ഏതെങ്കിലും 2 കാർഡ്. ഇപ്പം എന്താണ്ട് ഒന്ന് ഷഫിൾ ചെയ്തിട്ട് ഇങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ നേരെ ഡയറക്റ്റ് ഇവിടുന്ന് 2 + 2 എത്ര 4. അപ്പം തന്നെ ഇവിടെ 2+ൻ്റെ 2 എണ്ണം അല്ലേ കിട്ടിയേക്കുന്നത്. അപ്പം നമുക്ക് ഇവിടുന്ന് 4 കാർഡ് എടുക്കണം. 4 കാർഡ് ഈ ടീമിൻ്റെ കിട്ടണം. ഈ ടീമിൻ്റെ കൊടുത്താണെങ്കിൽ നമ്മൾ ഡിസ്കാർഡ് വഴി ഇവിടെ ആയിട്ട് വെക്കാം. കുറച്ചും കൂടെ നല്ലത്.
കുറച്ച് നീങ്ങാവും. ഡിസ്കാർഡ് സൈഡായിട്ട് വെച്ചിട്ട് എന്തോ ഈ ടീമിലെ ആൾ 2 എണ്ണം എടുത്തല്ലോ, അല്ല 4 എണ്ണം എടുത്തല്ലോ. അപ്പോൾ ഉണ്ടല്ലോ നമുക്ക് ആക്ഷൻ കാർഡാണ് ഇപ്പോൾ ഇടുന്നത്. ഇത് നമ്മുടെ സ്കിപ്പ് കാർഡ്. ഇതിട്ടാൽ വേണ്ട നമ്മുടെ കളി നമുക്ക് സ്കിപ്പ് ചെയ്താൽ ഈ ആൾക്ക് കളി വിടും. അല്ല ഇതുണ്ട്, ഇത് നമ്മളല്ലേ ഇട്ട, അപ്പോൾ ഈ ആളുടെ കളി സ്കിപ്പ് ചെയ്യും. അപ്പം നമുക്ക് തന്നെ ഈ കളി കിട്ടും. അപ്പം നമുക്ക് വേണമെങ്കിൽ റിവേഴ്സ് കാർഡ് ഇട്ടാൽ നമുക്ക് ഇതും അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യുന്ന പോലെ ഇതിട്ടാൽ ഇയാളുടെ കളി പോയിട്ട് നമുക്ക് വീണ്ടും ഒരു കളി കിട്ടും. അപ്പം എന്തായാലും നമ്മുടെ 2 കാർഡ് പോയില്ലേ, അപ്പം നമുക്ക് ലാഭമുണ്ട്, ഉപകാരമുണ്ട്. നമുക്ക് ആടെ കയ്യില മുഴുവൻ കാർഡും പോകുന്നത്. അപ്പം മുഴുവൻ കാർഡും ആടെ കയ്യില പോകുന്ന ആദ്യം അവരായി കളിക്ക് ജയിക്കുന്നത്. മനസ്സിലായല്ലോ? ആരായാലും എന്താണ് എല്ലാ കാർഡും പോകാത്ത അവർ ഈ കളിക്ക് തോക്കുകയും ചെയ്യും. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിനകത്തുനിന്ന് ഏത് കാർഡ് വേണമല്ലോ ഇടാം. 7 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്, 8 ഇല്ല, 9 ഉണ്ട്, 10 ഉണ്ട്, 10 ഇല്ല, ഉണ്ടായിരുന്നേ 2 ഉണ്ട്, 3 ഉണ്ട്. അപ്പം നമുക്ക് ഏറ്റവും ചെറിയ കാർഡ് ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പം നമ്മളിപ്പോൾ 2 ഇട്ടു, 2 ഇട്ടു. അപ്പം നമ്മുടെ ആ കളി കഴിഞ്ഞ് ഇവിടെ നിന്ന് തുടങ്ങുന്ന കളി. അപ്പോൾ അവിടെ നിന്ന് 2 ഇട്ടുകൊണ്ട് ബ്ലൂവിന് ഒരു 2 ഉണ്ട്. എന്തായിരുന്നു നമ്മുടെ ഈ സൈഡിലെ ആൾക്ക് ഇപ്പോൾ 2ൻ്റെ ബ്ലൂ കാർഡ് ഉണ്ട്, ഇവിടെ ഇട്ട് 2ൻ്റെ ഗ്രീൻ കാർഡ്. അതുപോലെ അത് തന്നെ ഇപ്പോൾ 2ൻ്റെ ഗ്രീൻ കാർഡ് ഇട്ടാൽ ഏതെങ്കിലും ഗ്രീൻ കളറിലെ കാർഡ് ഇടാം. ഇപ്പം 2ൻ്റെ ഗ്രീൻ കാർഡ് ഇട്ടാൽ ഗ്രീൻ കളറിൽ ഏത് കാർഡ് ഇടണമെന്ന് നിർബന്ധമില്ല, നമുക്ക് ഈ കാർഡാണെങ്കിലും ഇടാം. അതല്ല ലൈറ്റായിട്ട് അപ്പോൾ ഈ ടീമിലെ ആളുണ്ടല്ലോ, പകരം ബ്ലൂവിൻ്റെ 2 ഇട്ടു. അപ്പോൾ ഈ ടീമിലെ ആള് 7 എടുത്തിട്ടു. അപ്പോൾ ഈ ടീമിലെ ആള് സ്കിപ്പ് കാർഡ് ഇടുന്നത് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഈ സമയത്ത് സ്കിപ്പ് കാർഡ് ഇടുമ്പോൾ ഈ ആള് വിളിക്ക് യൂണോ ലാസ്റ്റ് കാർഡ്. അപ്പോൾ ഈ ആൾക്ക് കളിക്കണ്ട, അപ്പോൾ ഈ ആള് തന്നെ കളിക്കണം. അപ്പോൾ ഇവരുടെ ഗ്രീൻ അല്ലേ ഇരിക്കുന്നത്. അപ്പോൾ എങ്ങാനും ഭാഗ്യത്തിന് അവർ റിവേഴ്സിൻ്റെയോ സ്കിപ്പിൻ്റെയോ ബ്ലൂ കാർഡ് ഇട്ടാൽ അവരുടെ ഗ്രീൻ കാർഡല്ലേ ഉള്ളൂ. അപ്പോൾ അവരിതിടത്തില്ല. അപ്പോൾ അവർ ഡിസ്കാർഡ് പൈലിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കയ്യെ വെക്കേണ്ടി വരും. അത് കഴിഞ്ഞ് അവർ +2 ഇടും. അപ്പം ഇവിടുന്ന് റിട്ടേൺ അടിച്ചു കൊടുക്കുവാണെങ്കിൽ ഇവിടുന്ന് എന്തായിരുന്നു സ്കിപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കളി പോയി അവർ തന്നെ 2 എടുക്കണം. അപ്പം ഇവർക്ക് 3 ആയി. നിങ്ങളുടെ അഭിപ്രായം ഏതാ? ഈ ടീമിലെ ആൾ ജയിക്കും, ഈ ടീമിലെ ആൾ ജയിക്കും, ഈ ടീമിലെ ആൾ ജയിക്കും? ഇവിടുത്തെ ഒരു അഭിപ്രായം ഇതാണ്. ഞാനാണ് ഈ ചേട്ടൻ്റെ അനിയൻ. ഞാൻ ഒരു വട്ടം കൂടെ ചോദിക്കാം. ഈ സൈഡിലെ കാർഡാണ് ഈ സൈഡിലെ കാർഡാണ് നല്ലത് ജയിക്കുന്നത്? ഏതാ ഗൈസ്? ലെഫ്റ്റ് ഓർ റൈറ്റ്? ജിത്ത് ഇത് പറഞ്ഞു.
ഇനി അവിടുന്ന് വേറെ ഒരാൾ പറയും. ഗൈസ്, അപ്പോൾ ഉണ്ടല്ലോ ലാസ്റ്റ് കളി ഈ ടീമിലെ ആളല്ലേ. അപ്പോൾ ഈ ടീമിൽ എന്താ ആള് ഇതെടുത്ത് 2 കാർഡ് ഇവിടെ എക്സ്ട്രാ എടുത്തു +2 ഇട്ടുകൊണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ കളി വന്നു. അപ്പോൾ നമ്മൾ വീണ്ടും റിട്ടേൺ ഇട്ട് കൊടുക്കണം. അപ്പം നമ്മൾ ഗ്രീൻ റിട്ടേൺ ഇട്ട്. അപ്പം അവർ മിക്കവും 1 ആയിരിക്കും ഇടുന്നത് ഇങ്ങോട്ട്. അപ്പം നമ്മളും തിരിച്ചങ്ങോട്ടൊരു 1 ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ മഞ്ഞയുടെ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് അവരുടെ കയ്യിലിപ്പോൾ എന്തുമായിരുന്നു 6ഉം 9ഉമേ ഉള്ളൂ. അപ്പം അവർ ന്യായം കളിക്കും. കാരണം ലാസ്റ്റ് വരുമ്പോൾ ഈ വലിയ കാർഡാ കുറച്ചും കൂടി ഇടുന്നത് നല്ലത്. ഈ ലാസ്റ്റ് ഇവരുടെ ഇപ്പം തന്നെ നമ്മുടെ ഈ ടീമിൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതാ. അപ്പോൾ നമ്മുടെ ഈ ടീം എന്തായിരുന്നു 9 ഇല്ല ഈ ടീമിൻ്റെ കയ്യിൽ ഇപ്പം. അതുകൊണ്ട് ഗ്രീനിൻ്റെ 9 അല്ലേ ഈ ടീമിൽ നിന്ന് ഇട്ടേ. അപ്പം തന്നെ ഈ ടീമിലെ ആൾക്ക് വേണം ഗ്രീനിൻ്റെ ഏത് കാർഡ് വേണമെങ്കിലും ഇടാം. അപ്പം ഗ്രീനിലെ 8 കാർഡ് ഇട്ടു. അപ്പോൾ മറ്റേ ടീമിലെ ആൾ പറഞ്ഞു യൂണോ ലാസ്റ്റ് കാർഡ്. അങ്ങനെ പറഞ്ഞാൽ എന്തായിരുന്നു അയാളുടെ കളി പോയി സ്കിപ്പായി ഈ ആൾക്ക് തന്നെ കിട്ടും. അപ്പം ഈ സൈഡിലെ ആളിപ്പം 8 തന്നെ ഇട്ടു. അപ്പോൾ എന്താണ്ട് ഈ സൈഡിലെ ആൾ ഇതിട്ട എന്തായിരുന്നു ഫിനിഷ്. ഈ ടീമിലെ ആൾ തോറ്റു, ഈ ടീമിലെ ആൾ ജയിച്ചു കേട്ടോ. അപ്പോൾ ശരി, നമ്മുടെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യും. 1 മിനിറ്റ് ഗൈസ്, ഇത് കുറേ കാർഡ് ഉണ്ടല്ലോ, അതിനകത്ത് റൂള് വന്നിക്കുന്നില്ലല്ലോ ഗൈസ്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോയാൽ മതി. നമ്മുടെ ആക്ഷൻ കാർഡല്ല ഒന്ന് ഇങ്ങോട്ട് എടുക്കട്ടെ. ഗൈസ്, ഇത് മനസ്സിലായില്ലെങ്കിലും ഉണ്ടല്ലോ താരം നിങ്ങൾക്ക് വേണ്ടി ഒരു സെക്കൻഡ് പാർട്ടും കൂടി വേണ്ടിയിടാം. ഇതിപ്പോൾ ഫസ്റ്റ് പാർട്ടാക്കി എടുത്തേക്ക്. നിങ്ങൾ കമൻറ്റ് ചെയ്യും സെക്കൻഡ് പാർട്ട് വേണമെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്ക്. അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് വേണമെന്നും കൂടെ ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. നിങ്ങളെന്തായാലും ഇട്ടേക്ക്. ഓക്കെ, അപ്പം നമ്മുടെ മിനിറ്റ് ഗൈസ്, ആക്ഷൻ കാർഡ്സ് തീർന്നിട്ടില്ല എടുത്ത്. നമ്മുടെ ആക്ഷൻ കാർഡ്സ് ഇപ്പോൾ എടുത്ത് കഴിഞ്ഞു. നമ്മുടെ ആക്ഷൻ കാർഡ്സ് എല്ലാം എടുത്തു. ഇത് സ്കിപ്പ് കാർഡ്. ഇപ്പം ഈ ടീമിലെ ആൾ ഈ സ്കിപ്പ് കാർഡ് എടുത്ത് ഇട്ട ഈ ടീമിലെ ആളുടെ കളി പോവും. അതെങ്കിൽ ഈ ടീമിലെ ആൾക്ക് വീണ്ടും കളി കിട്ടും. അപ്പോൾ ഈ സ്കിപ്പ് കാർഡിൻ്റെ മനസ്സിലായല്ലോ. ഗൈസ്, സ്കിപ്പ് കാർഡിൻ്റെ ഗുണം എന്താ പറഞ്ഞ 10 വരെയൊന്നും അതിനുള്ളിൽ പറഞ്ഞു. 1 2 3 4 5 6 7 8 9 10. പറഞ്ഞു. നീ ശരിയാ പറഞ്ഞേ. ദാണ്ട് മണ്ടയ്ക്ക് ഒരു കാണുന്നുണ്ട്. ദാണ്ട് നിൻ്റെ പേരെന്തുവാ? കമൻറ്റ് ചെയ്തേക്കണേ. എന്നാൽ ശരി. കമൻറ്റ് ചെയ്യാൻ പറയുന്ന വെറുതെ ഒന്നും അല്ല, കുറച്ച് നാളായിട്ട് ഇവിടെ കമൻറ്റ് കുറവാണ്. ഇതിൻ്റെ എല്ലാവരും പറഞ്ഞല്ലോ. അവിടെ കിടക്കട്ടെ. +2ൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ +2ൻ്റെ കാർഡ് ഇട്ടു ഈ ടീമിലെ ആൾ. ഇപ്പോൾ ഈ ടീമിലെ ആൾ +2ൻ്റെ വേറെ ഇതിട്ട ഈ ടീമിലെ ആൾ 4 കാർഡ് ഡിസ്കാർഡ് പൈലിൽ നിന്ന് എടുക്കണം. അല്ലെങ്കിൽ ഈ ടീമിലെ ആളുടെ കയ്യിൽ +2ൻ്റെ കാർഡ് ഇല്ലെങ്കിൽ
ഈ ടീമിലെ ആള് +2ന്റെ കാർഡ് ഇട്ടാൽ അവർ 2 കാർഡ് ഡിസ്കാർഡ് പൈലിൽ നിന്ന് എടുക്കണം. എന്നാ ശരി, ഈ +2ന്റെ ഒന്ന് പറഞ്ഞേ എന്തായാലും ഗുണം. അധ്യാനം വച്ചിട്ടു മിണ്ടോ? അല്ല മിണ്ടായില്ല. ഞാൻ 10 വരെ ഡയലോഗിൽ പറയാം. 1 1 2 3 3 4 4 5 6 7 8 9 10. നീ പറഞ്ഞു. അവൻ പറഞ്ഞു. ഇവൻ പറഞ്ഞില്ലേ? ഇവൻ പറഞ്ഞില്ല. പക്ഷെ നീ പറഞ്ഞു. അവൻ ഫസ്റ്റ് അടിച്ചത്. ശരി. ഇപ്പൊ ഈ റിവേഴ്സ് കാർഡിന്റെ ഗുണമെന്ന് വെച്ചാൽ എന്തുവാ? ഇപ്പൊ നമ്മുടെ സ്കിപ്പ് കാർഡിന്റെ ഗുണം തന്നെ. ഇപ്പൊ ഇവിടുത്തെ ആള് റിവേഴ്സ് കാർഡ് ഇട്ട ഈ ടീമിലെ ആളുടെ കളി പോകും. അല്ലെങ്കിൽ ഈ റിവേഴ്സ് കാർഡ് ഇട്ട ടീമിന്റെ ആൾക്ക് തന്നെ കളിയും കിട്ടും. എന്നാൽ ശരി, റിവേഴ്സ് കാർഡിന്റെ ഗുണമെന്ന് പറഞ്ഞേ 10 വരെ എണ്ണമില്ല. മണ്ടയ്ക്ക് ടൈമർ പോകുന്നുണ്ട്. 1 2 വേണ്ട, ഇതിനകത്ത് ടൈമർ പോകുന്നുണ്ട്. കഴിക്കാം. സമയം കഴിക്കാം. ഇതാണ് വൈൽഡ് കാർഡ്. ഇത് കുറച്ച് പാടാണ് മനസ്സിലാക്കാൻ. എന്നാലും കുറച്ച് ഈസി പറഞ്ഞു തരാം. വൈൽഡ് കാർഡ് ഇപ്പോൾ ഈ ടീമിലെ ആൾ ഇട്ട വേണ്ട, ഈ ടീമിലെ ആൾ ഏതെങ്കിലും ഇതിനകത്ത് എന്തെന്ന് 4 കളറുണ്ട്. ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്. ഇപ്പോൾ ഈ ടീമിലെ ആൾ ഈ വൈൽഡ് കാർഡിൽ ഇട്ടിട്ട് ഏതെങ്കിലും ഒരു കളർ പറയും ഇതിനകത്ത്. ഇപ്പം ഗ്രീൻ പറഞ്ഞാൽ അപ്പുറത്തെ ടീമിലെ ആൾ ഗ്രീൻ കാർഡ് തന്നെ ഇടണം. മനസ്സിലായല്ലോ? നിങ്ങൾ ചിലപ്പോൾ തോന്നുന്നു ഇതാ കുറച്ചും കൂടെ സിമ്പിൾ, പക്ഷെ ഇത് തന്നെ പറയാൻ വേണ്ടി പാടാ. പറഞ്ഞോ. 10 സെക്കൻഡ് ടൈമർ പോകുന്നുണ്ട്. തുടങ്ങി. എൻ്റെ ഗുണം പറ. ശരി, ഒരു 10 സെക്കൻഡ് തുടങ്ങി. പറഞ്ഞു. അവൻ എന്തായാലും പറയാം. എനിക്കറിയാം. അപ്പൊ നമ്മുടെ വൈൽഡ് കാർഡിന്റെ മനസ്സിലായി. ഇത് +4ന്റെ വൈൽഡ് കാർഡ്. ഇതല്ലാതെ +4 എന്ന് മാത്രം പറയുന്ന കാർഡൊന്നും ഇല്ല. +4ന്റെ വൈൽഡ് കാർഡാന്ന് പറയത്തുള്ളൂ. അതിന് +4ന്റെ ഈ കാർഡ് ഈ ടീമിലെ ആൾ ഇങ്ങോട്ട് ഇട്ട എന്തുവായിരുന്നു? ഈ ടീമിലെ ആൾ എന്താ നമ്മുടെ വൈൽഡ് കാർഡ് പോലെ തന്നെ വൈൽഡ് കാർഡ് ഇല്ല ഇപ്പോൾ പറയുന്നത്. എന്നിട്ട് ഈ കാർഡ് പോലെ തന്നെ എന്തുവായിരുന്നു? ഇതിൻ്റെ ഒരു കളർ വേണം. ഇപ്പം ഗ്രീൻ പറയുകയാണെങ്കിൽ ആ ടീമിലെ ആൾ എന്താണ് ഏതെങ്കിലും ഒരു എടുത്തിട്ട് ഗ്രീൻ കിട്ടിയ ആ ഗ്രീൻ ഇടണം. ഇവിടുന്ന് ഡിസ്കാർഡ് വഴിയിൽ നിന്ന് 4 കാർഡ് എടുത്തിട്ട് ഗ്രീൻ ഇടാം. ഗ്രീൻ്റെ വേണം പറ. ഇപ്പോൾ ടൈം തുടങ്ങി. പറഞ്ഞോ എൻ്റെ പണം. പറയാം. നീ പറഞ്ഞു. ടൈം കഴിഞ്ഞ്. ഇനി നമുക്കറിയാവുന്ന ആളാണ്. എന്നാൽ ശരി, ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളതായി. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, റീമിക്സ് ചെയ്യണം. മറക്കല്ലേ. നിങ്ങളെല്ലാത്തിനും കമൻറ്റ് ചെയ്തൊന്ന് നോക്കും. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തത് ഞാൻ അൺസബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞു വരും. ചുമ്മാ ഞാനൊന്നും ചെയ്തില്ല. എൻ്റെ സബ്സ്ക്രൈബ് അല്ലേ പോകുന്നത്. നിങ്ങളെന്തായാലും കമൻറ്റും സബ്സ്ക്രൈബും ഇതെല്ലാം ചെയ്തേക്ക്. എൻ്റെ ചാനലിൻ്റെ പേര് SJ കിഡ്സോൺ. എൻ്റെ പേര് സിദ്ധാർത്ഥ സാചാരി. ഇങ്ങോട്ട് വേണം. ഇവൻ്റെ പേര് സത്യജിത്ത് സുജിത്താചാരി. ആര്യം പോകും. ഇത് തുടങ്ങിയത് നമ്മളെ 5 വർഷം മുന്നേ മാർച്ചിനാണ് തുടങ്ങി. 5 വർഷം മുന്നേ 6 വർഷം മുന്നേ മാർച്ചിനാണ് തുടങ്ങി ഈ ചാനൽ. സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്. സത്യം.